മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കണമെന്ന പരാതി. സിപിഎം അനുഭാവിയും അഭിഭാഷകരുമായ ഷിൻഡോ സെബാസ്റ്റ്യൻ എറണാകുളം സെൻട്രൽ പോലീസിലാണ് പരാതി നൽകിയത്. നിർബന്ധിച്ച് ഗർഭമലസിപ്പിക്കാൻ കേസെടുക്കണമെന്നതാണ് പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അല്പം മുൻപാണ്, ഏകദേശം 1:30യോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത്. തുടർന്നിപ്പോൾ MLA സ്ഥാനത്തിനെതിരെയും ഒരു ആരോപണം അല്ലെങ്കിൽ കേസെടുക്കണമെന്ന രീതിയിലേക്ക് മാറുകയാണ്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലും രാഹുൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കെതിരെ പരാതി എവിടെ എന്നൊരു ചോദ്യം കൂടി രാഹുൽ ചൂണ്ടിക്കാണിച്ചിരുന്നായിരുന്നു. ഇപ്പോൾ പരാതിയുമായി ഇപ്പോൾ ഒരു യുവാവ് എത്തിയിരിക്കുകയാണ്. ഒരു അഭിഭാഷകനാണ്, ഷിൻഡോ സെബാസ്റ്റ്യനാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. പരാതി രാഹുൽ മാങ്കൂട്ടവും അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോട് സംസാരിച്ച ഒരു യുവതി എന്ന് കരുതപ്പെടുന്ന ഒരു സ്ത്രീയുടെ ശബ്ദരേഖ കേരള വിഷൻ ന്യൂസ് പുറപ്പെടുവിച്ചിരുന്നു. ആ ശബ്ദരേഖയുടെ അടിസ്ഥാനമാണ് ഇപ്പോൾ കേസ് എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. നിർബന്ധിച്ച് ഗർഭം അലസിപ്പിച്ചു എന്ന രീതിയിൽ, അലസിപ്പിക്കാൻ പ്രേരിപ്പിച്ചു എന്ന രീതിയിലാണ് കേസെടുക്കണം എന്നതാണ് പരാതിയിൽ പറയുന്നത്. വിവരങ്ങളുമായി വിനയ ചേരുന്നുണ്ട്. വിനയ, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? രാഹുലിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. അതായത് നിർബന്ധിത ഗർഭചിത്രത്തിന് കേസെടുക്കണമെന്നാണ് ഈ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ രാഹുലും ഒരു യുവതിയും സംസാരിക്കുന്ന ഓഡിയോ സന്ദേശം അടക്കം പുറത്തു വന്നിരുന്നു. ഈ സന്ദേശത്തിൽ ഗർഭചിത്രം അല്ലെങ്കിൽ ഗർഭചിത്രം നിർബന്ധിത ഒരു ഗർഭചിത്രത്തിന് രാഹുൽ പറയുന്നതടക്കം തന്നെ ഈ വന്ന ഓഡിയോയിൽ വ്യക്തമായിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. എറണാകുളം സെൻട്രൽ പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. CPM എറണാകുളം സ്വദേശിയും CPM അനുഭാവിയും അഭിഭാഷകനുമായിട്ടുള്ള ഷിൻഡോ സെബാസ്റ്റ്യനാണ് രാഹുലിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. അത് പരാതിയിൽ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഗർഭസ്ഥ ശിശുവിന്റെ ജീവിക്കാനുള്ള അവകാശം ലംഘിക്കുന്ന പ്രവൃത്തി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി. രാജ്യത്ത് നിർബന്ധിത ഗർഭചിത്രത്തിന് അനുവദീയമല്ല. അതുകൊണ്ട് തന്നെ കുട്ടിയെ നിർബന്ധിച്ച് ഗർഭം അലസിപ്പിക്കാൻ രാഹുൽ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ രാഹുലിനെതിരെ കേസെടുക്കണമെന്നാണ് ഈ പരാതിയിൽ പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത്. എറണാകുളം സെൻട്രൽ പോലീസിനാണ് ഇപ്പോൾ ഈ അഭിഭാഷകൻ പരാതി നൽകിയിരിക്കുന്നത്. പ്രധാനമായും പോലീസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇത്തരത്തിലൊരു പരാതി ലഭിക്കുകയാണെങ്കിലും ഈ പരാതിയുടെ അടിസ്ഥാനങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഈ ഓഡിയോ സന്ദേശത്തിൽ ഈ ഫോൺ സംഭാഷണം പുറത്തു വന്നതിൽ രാഹുലിനോട് സംസാരിക്കുന്ന യുവതി ആരെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ആ യുവതിക്ക് പരാതി വല്ലതുമുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ അടക്കമുണ്ട്. ഇതെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കേസ് എടുക്കുന്ന കാര്യത്തിലേക്ക് അടക്കം തന്നെ പോലീസ് ചിന്തിക്കുക. വിനയ, വ്യക്തമാണ്. അതോടൊപ്പം തന്നെ അല്പസമയത്തിനുള്ളിൽ രാഹുൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, എനിക്കെതിരെ പരാതി എവിടെ, ആരോപണങ്ങളാണല്ലോ ഉന്നയിക്കുന്നത്, അതും ആ നടി പോലും തന്റെ പേര് പറഞ്ഞില്ല എന്ന് പറയുന്നു. ഇത് മറ്റൊരു കേസാണ്. ഇത് രാഹുലിന്റെ സന്ദേശം അല്ലെങ്കിൽ രാഹുലിന്റെ ഓഡിയോ ശബ്ദം എന്ന് പറഞ്ഞ് പുറത്തുവിട്ടൊരു ഓഡിയോയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു പരാതിയുമായി അഭിഭാഷകൻ എത്തിയിരിക്കുന്നത്. രാഹുലും നിയമപരമായി നേരിടും എന്ന് തന്നെയല്ലേ കരുതേണ്ടത്? തീർച്ചയായും രാഹുൽ നിയമപരമായി നേരിടുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അത് പ്രധാനമായും രാഹുൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴടക്കം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ആരും തനിക്കെതിരെ ഒരു പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ല, ആരും നേരിട്ടൊരു പരാതി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമല്ല എന്നടക്കമുള്ള കാര്യങ്ങളും രാഹുൽ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ ഒരു ഓഡിയോ സന്ദേശം, അതായത് ഈ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ അത് നിരസിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇപ്പോൾ പല സംവിധാനങ്ങളുണ്ട് ഇത്തരത്തിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കണമെന്ന പരാതിയുമായി ഒരു അഭിഭാഷകൻ ഇപ്പോൾ രംഗത്തു വന്നിരിക്കുകയാണ്. CPM അനുഭാവിയും അഭിഭാഷകനുമായ ഷിൻഡോ സെബാസ്റ്റ്യനാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തന്നെ ഇത് ടെലികാസ്റ്റ് ചെയ്തിരുന്നു. രാഹുൽ മാങ്കൂട്ടവും ഒരു യുവതിയും സംസാരിക്കുന്ന ഓഡിയോ ശബ്ദരേഖ പുറത്തുവിട്ടിരുന്നു. അതിൽ ഗർഭം അലസാനായി രാഹുൽ പ്രേരിപ്പിക്കുന്ന ഒരു ശബ്ദ സന്ദേശമാണ് പുറത്തുവിട്ടിരുന്നത്. അതിന്റെ മറുപടി രാഹുൽ അന്നേരം പറഞ്ഞിരുന്നു, ഇപ്പോൾ ടെക്നോളജി വികസിച്ച ഒരു കാലമാണ്, ഏത് രീതിയിലും ഇപ്പോൾ ആധുനികവൽക്കരിച്ചതുകൊണ്ട് ഏത് രീതിയിലും ഈ ശബ്ദത്തെ മാറ്റാൻ കഴിയുമെന്നൊരു പ്രതികരണമാണ് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പരാതികൾ തനിക്കെതിരെ എവിടെ എന്നൊരു ചോദ്യം കൂടെ രാഹുൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഭരണഘടനയ്ക്ക് വിരുദ്ധമായ രീതിയിൽ താൻ
ഒന്നും ചെയ്തിട്ടില്ല എന്നൊരു കാര്യം രാഹുൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ നിയമപ്രകാരം ഒരു ഗർഭം അലസിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും കുറ്റകരം തന്നെയാണ്. അത് ഏറ്റവും വലിയ തെറ്റാണ്, ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്നൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ അഭിഭാഷകനും CPM അനുഭാവിയുമായ ഷിൻഡോ സെബാസ്റ്റ്യൻ എറണാകുളം സെൻട്രൽ പോലീസിൽ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ പങ്കുവച്ചത് വിനയയാണ്.